എന്ന വണ്ടി ചെന്ന് മുട്ടിക്കഴിഞ്ഞിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു സ്കിഡിങ്ങാണ് അവിടെ സംഭവിച്ചത്. മഴയത്ത് റോഡിൽ സ്കിഡായി മുന്നോട്ട് പോയി KSRTC ബസ്സുമായിട്ട് ഇടിച്ചു. അപ്പം ഈ ആക്സിഡൻറ്റ് നടന്നതിന് തൊട്ട് പിന്നാലെ ഒരു പ്രൈവറ്റ് വാഹനം റോഡിൻ്റെ ഇടത് സൈഡ് വഴി മുന്നോട്ട് പോകുന്നുണ്ട്, അതായത് വടക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വാഹനത്തെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുപക്ഷെ എതിരെ വന്ന ഒരു വണ്ടി കാണുമ്പോൾ ബ്രേക്ക് ഔട്ടാനുള്ള സാധ്യത. സഡൻ ബ്രേക്ക് ഔട്ടിട്ടുണ്ടാവും. ബ്രേക്ക് ഔട്ടിയപ്പോൾ മഴയായതുകൊണ്ട് റോഡിൽ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് സ്കിഡായിപ്പോയി. ഈ കയ്യിൽ വാഹനത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലത്തേക്ക് പോയതാണ്. പഴയ വാഹനമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഴയത്ത് ABS ഇല്ലാത്ത വാഹനങ്ങളെ നമ്മൾ പതുക്കെ ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ പേപ്പർ വണ്ടി ഇൻഷുറൻസ് എല്ലാം കറക്റ്റാണ്, ബാക്കി എല്ലാ ഭാഗം കറക്റ്റാണ്. അതെല്ലാം കുഴപ്പമില്ല. KSRTCയെ ഓവർടേക്ക് ചെയ്തൊരു വാഹനം വരുന്നുണ്ട്. ആ വാഹനം കയറി വന്നപ്പോഴത്തേക്ക് പക്ഷേ അത് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞു, അതിൻ്റെ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞു. എങ്കിലും ആ റോഡിൻ്റെ മധ്യഭാഗത്ത് അപ്പോൾ ആ സമയത്ത് തന്നെ ഇതും കയറി വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ സാധ്യതയുണ്ട്. മഴ ആയതുകൊണ്ടൊരു കാഴ്ചക്കുറവുണ്ടാവും. മഴ സ്വാഭാവികമായിട്ടും കാഴ്ചക്കുറവുണ്ടാവാൻ സാധ്യത. അത് എന്തായാലും വലിയൊരു ദുരന്തമായി. ആ ദുരന്തം സംഭവിക്കാൻ പാടില്ലായിരുന്നാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, കേരളത്തിൻ്റെ ഒരു ഭാവിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വണ്ടിയുടെ ഉടമസ്ഥനെ വിളിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മൊബൈലെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. പോലീസും അവരെ അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇല്ലീഗലാണ്. അയാൾക്ക് മാത്രം ഉപയോഗിക്കാവുന്നൊരു വണ്ടി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കൊടുത്തു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. KSRTC ജീവനക്കാരുടെ ഭാഗത്ത് പ്രഥമദൃഷ്ടിയ ഒരു കുറ്റം കാണുന്നില്ല. എടുത്തു സംസാരിച്ചു. അമിത വേഗത നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വേഗതയുണ്ട്. അല്ലെങ്കിൽ അത്രയും ഡാമേജ് വരത്തില്ല. വാഹനത്തിന് രണ്ട് വാഹനത്തിന് ഡാമേജ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ശരാശരി അത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. KSRTCയുടെ മുന്നിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് കാറാണ്. താങ്ക് യു. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ടാണ് നമ്മളോട് സംസാരിച്ചത്.